നല്ല സിനിമയാണ്. സൂപ്പർ പടം. ആൾക്കാരനെ ഏറ്റുപിടിക്കുകയാണ്. ഞാൻ കണ്ടെടുത്തോളം നല്ല സിനിമയാണ്. റിവ്യൂവിൽ കണ്ട പോലെ ഒന്നുമല്ല. നല്ല സിനിമ. വെറുതെ പറയുമല്ല. ഞാനും മമ്മൂട്ടി ഫാനാണ്. മോഹൻലാലിനെ അത്ര ഇഷ്ടമാണ്. നല്ല സിനിമയാണ്. മൊത്തത്തിൽ ഇഷ്ടമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് മൂവി എടുത്തു വെച്ചിരിക്കണം. അത് എന്തുകൊണ്ട് മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും പടം സൂപ്പറാണ്. മോഹൻലാലിൻ്റെ അഭിനയം അടിപൊളിയാണ്. ക്ലൈമാക്സ് ആണ് മെയിനായിട്ട് പടത്തിൻ്റെ. കുഴപ്പമില്ല. ക്ലാസ് പടം നല്ല മൂവിയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഡീഗ്രേഡ് എന്നറിയില്ല, പക്ഷേ ആക്ച്വലി ഒരു വർത്ത് മൂവിയാണ്. ഒരു ഡിഫറെൻറ്റ് മൂവി കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കാണാം. ഞാൻ എക്സ്പെക്ട് ചെയ്തത് വേറെ, പക്ഷേ കണ്ടത് വേറെ. ബട്ട് മൂവി വാസ് റിയലി ഗുഡ്. എനിക്ക് വെസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ ഒരു സിനിമകളിലൊക്കെ വൈബിച്ചും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിഷ്വലി നല്ലൊരു ട്രീറ്റാണ്. പിന്നെ മോഹൻലാൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ക്യാരക്ടർ മോഹൻലാലല്ല വേറെ ആരും ചെയ്താലേക്കൊന്നും എനിക്ക് തോന്നുള്ളൂ പേഴ്സണലി. പിന്നെ പുള്ളിയുടെ ആ ഒരു ഫിസിക്കും അവർ ആ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് പറയുന്നത് LJPയുടെ ഫ്രെയിംസ് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, പ്രിൻസ് ഓഫ് ഏഷ്യ ഗെയിമിലൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള പോലത്തെ അങ്ങനത്തെ കുറേ ഫ്രെയിംസ്, അതായത് യെല്ലോ വെച്ചിട്ടുള്ള കുറേ ഒരു തീം വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അറ്റ് എ ടൈം, മാക്സിമം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 100+ ആൾക്കാർ അറ്റ് എ ടൈം ഫ്രെയിമിൽ കാണിക്കുന്നുണ്ടെന്നോ. അത് എങ്ങനെ പുള്ളി എടുത്തിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് ഒരു വാർ കിടക്കുന്ന സീനുണ്ട്. അത് നമ്മൾ ടീസറിലൊക്കെ കാണുന്ന ബ്രിട്ടീഷ് ആൾക്കാരെ കാണുന്ന സമയത്ത് ആ ടൈമിന് തീം റെഡാണ്. അത് സ്ലോമോയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പൊടി പോലെ റെഡ് പൊടി വീഴുന്നതാണ് കാണുന്നത്. അത് വളരെ രസമായിട്ടുണ്ട്. സെയിം സാധനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ യെല്ലോ തീമിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് മണൽത്തരിയുടെ ഫ്രെയിം അങ്ങനെ സ്ലോമോയിൽ എടുത്തത്. അതുപോലെ വിഷ്വലി ട്രീറ്റാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര സ്ലോ പേസ് ആണ് ഇനീഷ്യലി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ രാവിലെ തൊട്ട് ഒരുപാട് പേരുടെ റിവ്യൂവും പറയലും കേട്ടുകൊണ്ട് എൻ്റെ മനസ്സിൽ അത് സ്ലോ പേസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ലോ പേസ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ പടം സെറ്റാണ്. രാവിലെ വന്നവരെ സംബന്ധിച്ച് അവനത് ഫസ്റ്റ് തൊട്ടിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പോസ്റ്ററിലൊക്കെ കണ്ട പോലെ ഇപ്പിടിക്കും, ഒരു കിൻഡ്രിഡി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നിയത്. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടായിരിക്കാം. എനിക്ക് പടം അക്സെപ്റ്റബിൾ ആണ്. ഞാൻ സെക്കൻഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല പടമാണ്. 200 കോടി. ലിജോ ജോസഫിൻ്റെ ഫിലിം എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലാസ്